സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കാൻ എഐസിസി വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഇടപെടുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കെപിസിസി അധ്യക്ഷൻ വി എം സുധീരനെയും രാഹുൽ ഗാന്ധി വിളിച്ചുവരുത്തി ചർച്ച നടത്തി. കെ.സി. ജോസഫും കെ ബാബുവും ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നിഷേധിച്ചാൽ മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചു. അതേസമയം നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സുധീരനും അറിയിച്ചു. കെ ബാബു, കെ.സി. ജോസഫ്, ബെന്നി ബെഹനാൻ എന്നിവർക്ക് സീറ്റ് നൽകാനാവില്ലെന്നാണ് വി എം സുധീരന്റെ നിലപാട്. ഇവർക്കെതിരായ ആരോപണങ്ങളെ മുൻനിർത്തിയാണ് സീറ്റ് നിഷേധിക്കുന്നതെങ്കിൽ തനിക്കെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ടെന്നും അതിനാൽ താനും മാറി നിൽക്കുമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. രാവിലെ ഗുലാം നബി ആസാദുമായും മുകുൾ വാസ്നിക്കുമായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇക്കാര്യം അറിയിച്ചു. നിലപാട് വിശദീകരിച്ച് സുധീരൻ രാഹുൽ ഗാന്ധിയെയും എ.കെ. ആന്റണിയെയും കണ്ടു. രാഹുൽ ഗാന്ധിയെ കണ്ട് പൊതുവെ സ്ഥിതിഗതികൾ അദ്ദേഹം ധരിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കേരളത്തിലെ മറ്റു നേതാക്കന്മാരുമായി ആലോചിച്ച് എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് നീങ്ങി. ഇതിനിടെ ഗുലാം നബി ആസാദ്, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരോട് രാഹുൽ ഗാന്ധി വിവരങ്ങൾ തിരക്കി. ഇതിനെ തുടർന്നാണ് വി എം സുധീരനെയും ഉമ്മൻചാണ്ടിയെയും രാഹുൽ വിളിപ്പിച്ചത്. എങ്കിലും എന്തെങ്കിലും സമവായ ഫോർമുല ഈ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞതായി സൂചനയില്ല. പാർട്ടി വൈസ് പ്രസിഡന്റിനെ കണ്ടു. ഇന്നത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ വിശദമായിട്ട് സംസാരിച്ചു. സമവായ ശ്രമവുമായി രാഹുൽ ഗാന്ധി, ഗുലാം നബി ആസാദ്, മുകുൾ വാസ്നിക് എന്നിവരുമായി രമേശ് ചെന്നിത്തലയും ചർച്ച നടത്തി. ഒരു ദിവസം നീണ്ടുനിന്ന തർക്കപരിഹാര ശ്രമങ്ങൾ. ഒടുവിൽ മധ്യസ്ഥ ശ്രമവുമായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തി. പക്ഷേ പരിഹാരം ഇപ്പോഴും അകലെ. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ ഹരിവി നായർക്കൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1.